Namaskaram. This is Radhakrishnan Kuttur with Voice of Kuttur, Bridging Heritage and Headlines. ഈ പത്മനാഭസ്വാമി ക്ഷേത്രം കാണാനായിട്ട് തിരുവനന്തപുരത്ത് വരുന്ന എല്ലാവരുടെയും ഇപ്പോഴത്തെ അട്രാക്ഷൻ അത് കഴിഞ്ഞാൽ ഈ ആഴിമല തന്നെയാണ്. ഈ ആഴിമല എന്ന സ്ഥലം വളരെ കോസ്റ്റൽ, സാറ് പറഞ്ഞ പോലെ കോസ്റ്റൽ ഏരിയയിൽ ഇങ്ങനെ ഹിഡൻ ആയിട്ട് കിടന്നൊരു സ്ഥലമാണ്. പക്ഷെ ഇപ്പോൾ വന്നിട്ട് ആഴിമല എന്നുള്ളത് ലോകപ്രസിദ്ധമായ ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ 17 ശില്പങ്ങളും വളരെ മനോഹരമായിട്ടുള്ള, വളരെ ഫിനിഷിംഗ് ആയിട്ടുള്ള സ്റ്റാച്യൂസ് ആണ്. അവിടെ ശങ്കരനാരായണനുണ്ട്, ശിവന്റെ ഒരു യോഗ പോസ് ഉണ്ട്, ഇവിടെ ഈ സ്ഥലത്തിന് പേര് നൽകിയ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. ഈ മെഗാ പ്രോജക്റ്റിന്റെ ഫസ്റ്റ് ഫേസ് ആണല്ലേ? അതെ, ടോട്ടലി നമുക്ക് ഒരു മൊത്തം 3 ഫേസ് എന്ന് വേണമെങ്കിൽ ഇതിനെ തിരിക്കാം. നമുക്ക് ആ കടലിന്റെ തിരയുടെ ഒച്ച മാത്രമേ നമുക്ക് അവിടെ കേൾക്കാൻ പറ്റത്തുള്ളൂ. വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ല. വളരെ പീസ്ഫുൾ ആയിട്ട് കാമായിട്ട് ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഇന്നത്തെ ഈ വീഡിയോ വോയിസ് ഓഫ് കുട്ടൂരിൻ്റെ തികച്ചും എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു വീഡിയോ ആണ്. തിരുവനന്തപുരത്ത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തോട് ചേർന്ന് കിടക്കുന്ന ആഴിമല എന്ന കൊച്ചു ഗ്രാമത്തിലെ കേവ് ടെമ്പിൾ എന്ന നൂതനവും അപൂർവവുമായ ഒരിടം. കേരളീയ ശില്പകലയുടെ വൈശിഷ്ട്യം തിരിച്ചറിയാൻ ഏതൊരാൾക്കും 3 നിലകളിലായി നിറഞ്ഞു നിൽക്കുന്ന ഈ കേവ് ടെമ്പിളിലെ ശില്പങ്ങൾ കണ്ടാൽ മാത്രം മതിയാവും. 58 അടി ഉയരത്തിൽ ഗംഗയെ ജടയിലേറ്റി കടൽക്കരയിൽ ഉയർന്നു നിൽക്കുന്ന ഭീമാകാരമായ ഗംഗാധരേശ്വര ശില്പമാണ് ആഴിമലയ്ക്ക് വേൾഡ് ടൂറിസം മാപ്പിൽ ആദ്യമായി ഇടം നേടിക്കൊടുത്തത്. ഇവിടെ കടൽ ശാന്തമാണ്. പ്രകൃതി ഭംഗി നിറഞ്ഞൊഴുകുന്ന ഇവിടുത്തെ ബീച്ചാകട്ടെ സഞ്ചാരികൾക്കൊരു ഹരം തന്നെയാണ്. ക്ഷേത്രത്തോട് ചേർന്ന് ഗംഗയെ തൻ്റെ ജടയിലേറ്റിയ മഹാദേവന്റെ ശില്പമാണ് ഇവിടുത്തെ വാൻറ്റേജ് പോയിന്റ്. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ച് ശില്പകലയിൽ ബിരുദം നേടിയ PS ദേവദത്തനാണ് ഈ ശില്പവിസ്മയം കേരളക്കരയ്ക്ക് സമ്മാനിച്ച പ്രതിഭാശാലിയായ ആ ശില്പി. തൻ്റെ ഗ്രാമത്തിലെ ഒരു പൊതു ഇടത്തിൽ, അതും കടലോരത്തെ ചെങ്കുത്തായ പാറപ്പുറത്തുള്ള ആഴിമല ശിവക്ഷേത്രാങ്കണത്തിൽ, ദേവദത്തിൻ്റെ ആദ്യ സംരംഭമായിരുന്നു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അയാൾ തുടങ്ങിയ ഈ മെഗാ പ്രോജക്റ്റ്. ദേവദത്തൻ 6 വർഷം കൊണ്ടാണ് ഈ ശില്പം പൂർത്തീകരിച്ചത്. ഇന്ന് ദിവസേന 100 കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ആഴിമലയിലെ ഈ മനോഹര ശില്പം ഈ ഗ്രാമക്ഷേത്ര ട്രസ്റ്റ് ഏറ്റെടുത്തിട്ടുള്ള ഒരു മെഗാ പിൽഗ്രിം ടൂറിസം പ്രോജക്റ്റിൻ്റെ ആദ്യഘട്ടം മാത്രമാണ്. അതവിടെ നിൽക്കട്ടെ. ഈ ശില്പത്തെപ്പറ്റി ധാരാളം വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയെയുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഈ പ്രോജക്റ്റിൻ്റെ 2ാം ഘട്ടമായി 11 വർഷം കൊണ്ട് ദേവദത്തിൻ്റെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ച കേവ് ടെമ്പിളിലേക്കാണ്. 3 നിലകളുള്ള കേവ് ടെമ്പിളിനുള്ളിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മുഴുനീള സചിത്ര വിവരണം ഇനിയും സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടില്ല. പബ്ലിസിറ്റിയിൽ അത്ര താല്പര്യമില്ലാത്തതുകൊണ്ടാകാം പലതവണ ഫോണിൽ സംസാരിച്ചുവെങ്കിലും ദേവദത്തിനെ എനിക്കും നേരിൽ കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ എനിക്ക് കേവ് ടെമ്പിൾ കാണുവാനും അതിനെപ്പറ്റി വിശദമായി പറഞ്ഞു തരുവാനുമൊക്കെ അദ്ദേഹത്തിന്റെ സഹപാഠിയായിരുന്ന ഇപ്പോഴത്തെ കേവ് ടെമ്പിൾ മാനേജർ രാഹുലിനെ ഏർപ്പാടാക്കിയിരുന്നു. നമ്മുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിന്റെ ഉദ്ദേശശുദ്ധി ബോധ്യപ്പെട്ടതുകൊണ്ടാകാം യൂട്യൂബ് വീഡിയോയ്ക്ക് അത്യാവശ്യം വേണ്ട വീഡിയോ ക്ലിപ്പുകൾ പകർത്താനും അനുമതി കിട്ടി. ഈ കാണുന്നതാണ് കേവിന്റെ എൻട്രൻസ്. 100 രൂപയാണ് എൻട്രി ഫീ. ഞാനിപ്പോൾ നിൽക്കുന്നത് ആഴിമല ശിവക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഗുഹാക്ഷേത്രത്തിലാണ്. ഗുഹാക്ഷേത്രത്തിന്റെ മാനേജർ ശ്രീ രാഹുൽ എന്നോടൊപ്പമുണ്ട്. നമുക്ക് ഇദ്ദേഹത്തോട് ഈ ഗുഹാക്ഷേത്രത്തിന്റെ വിശേഷങ്ങളൊന്ന് ചോദിച്ചറിയാം. എന്താ? നമസ്കാരം. നമസ്കാരം. സുഖമായിരിക്കുന്നു? സുഖമായിട്ട് പോകുന്നു. എത്ര കാലമായി ഇവിടെ ഈ മാനേജർ പോസ്റ്റിലേക്ക് എത്തി? ഓക്കെ, മാനേജർ പോസ്റ്റിലോട്ട് എത്തിയിട്ട് ഇപ്പോൾ ഒരു 5 മാസമേ ആയിട്ടുള്ളൂ. കാരണം നമ്മുടെ ഗുഹാക്ഷേത്രം തുറന്നിട്ട് 5 മാസം ആയിട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ ഈ അമ്പലത്തിൽ ജോലിക്ക് വന്നിട്ട് ഏകദേശം 5 വർഷം പൂർത്തിയാവും. 2020 ഡിസംബർ 31 നമ്മുടെ ഗംഗാധരേശ്വര സ്റ്റാച്യുവിന്റെ ആദ്യത്തെ ഗൈഡായിട്ടാണ് ഞാൻ ഇവിടെ ഇതിലെ ജോലി കയറ്റി വരുന്നത്. അതിനുശേഷം സ്വദേശം ഇവിടെ തന്നെയാണ്. രാഹുൽ, ഇതിന്റെ ഈ കൺസെപ്റ്റ് ആരാണ് ഇതിന്റെ ഈ കൺസെപ്റ്റിന്റെ പിന്നിലുള്ളത്? ഓക്കെ, 2014 ഏപ്രിൽ 2 എന്ന് പറയുന്ന ദിവസം നമുക്കൊരിക്കലും ആഴിമലയുള്ള ദേശത്തിലുള്ളവർക്ക് മറക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്.
അപ്പോൾ സാറ് ചോദിച്ചു അല്ലേ ആരുടെ ഐഡിയയിലാണ് ഇതൊക്കെ വന്നതെന്നുള്ളതാണ്. അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ജനിച്ച് വളർന്ന ശില്പിയായ ദേവദത്തനും നമ്മുടെ നാട്ടിൽ 35 വർഷമായിട്ട് പൂജ ചെയ്യുന്ന മേൽശാന്തിയായ ജ്യോതിഷ് അവർകളും ഇവരുടെ രണ്ടുപേരുടെയും ഒരു കൂട്ടായ ഒരു തീരുമാനത്തിലാണ് ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ പണി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ രണ്ടുപേരുടെയും നമ്മുടെ സുഹൃത്തുക്കൾ പോലെയാണ്. ഈ മേൽശാന്തി നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാരും തമ്മിൽ ഒരു സൗഹൃദമാണ്. അപ്പോൾ ഈ സൗഹൃദങ്ങൾ നമ്മൾ വൈകുന്നേരം സന്ധ്യാസമയങ്ങളിൽ അമ്പലത്തിൻ്റെ സന്ധ്യാവേളകളിൽ അവിടെ ഈ ഈവനിങ്, അതായത് സൂര്യാസ്തമനം കാണാനായിട്ട് ഇരിക്കുന്ന വേളയിൽ നമ്മളത് ഷെയർ ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പലത്തിൻ്റെ തുടർന്നുള്ള വികസനത്തിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഇത്. അങ്ങനെ ഒരു സന്ധ്യാവേളയിലാണ് ഇതിനെപ്പറ്റി ചർച്ചയിൽ വരുന്നതും ഈ കാര്യങ്ങളെപ്പറ്റി മുന്നോട്ട് നമുക്ക് ഇങ്ങനെ ഒരു ശില്പത്തിന്റെ സാധ്യതയിൽ മുന്നോട്ട് പോയാലെന്നുള്ള ഒരു ഐഡിയ വരുന്നത്. അപ്പൊ ഇത് ആക്ച്വലി ഒരു ട്രസ്റ്റാണ് ഈ അമ്പലം എന്ന് പറയുന്നത്. 600-650 പേര് ട്രസ്റ്റിൽ ഉള്ള മെമ്പേഴ്സാണ്. അപ്പോൾ ഇതിനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ട്രസ്റ്റിലെ മെമ്പേഴ്സിനെ അറിയിച്ചുകൊണ്ട് ഒരു പൊതുയോഗം വിളിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അന്ന് ഈ ഒരു ഐഡിയ ഈ ദേവദത്തനും ജ്യോതിഷ് അവർകളും പറയുകയും അത് നേരെ അന്നത്തെ ഭരണസമിതി അറിയിക്കുകയും ആ ഭരണസമിതി ഒരു പൊതുയോഗം വിളിച്ചു കൂട്ടുകയും അങ്ങനെ ഈ പൊതുയോഗത്തിന്റെ അംഗീകാരത്തോടു കൂടി 2014 ഏപ്രിൽ 1 തറക്കല്ലിട്ടുകൊണ്ടാണ് ഈ കേവ് ടെമ്പിളിന്റെ അല്ലെങ്കിൽ ഈ ഗുഹാക്ഷേത്രത്തിന്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഈ ഓണത്തിനും അത്തപ്പൂക്കളത്തിനൊക്കെ ഫേമസ് ആയിട്ടൊരു സ്ഥലമാണ്. നമ്മുടെ ഈ സ്ഥലം തൊട്ടടുത്ത് കാഞ്ഞിരംകുളം എന്നൊക്കെ പറഞ്ഞ സ്ഥലം അത്തപ്പൂ. അപ്പോൾ ഈ കുഞ്ഞുനാളിലൊക്കെ തന്നെ ഇവിടെ ഈ പ്രദേശങ്ങളിലുള്ള ആഴിമലയിലുള്ള അന്നൊരു ക്ലബ്ബാണ് ആഴിമല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. അപ്പോൾ അതൊക്കെ അത്തപ്പൂക്കളം ഇടുമ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ കൂടെയാണ് അതിലോട്ട് ഇൻവോൾവ് ചെയ്തിട്ട് കൂടുതലായിട്ട് അദ്ദേഹം അതിൽ വർക്കുകൾ ചെയ്യുക, ക്ലേ വർക്കുകൾ ചെയ്ത് വയ്ക്കുക, അതിലോട്ട് പൂക്കൾ കൊത്തി വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് കുഞ്ഞുനാൾ തൊട്ട് ആ ടാലന്റ് ഉണ്ട്. അപ്പോൾ +2 വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതിന് ശേഷം അവൻ പിന്നീട് ഫൈൻ ആർട്സ് കോളേജിലോട്ട് തിരിഞ്ഞു പോയി. ആക്ച്വലി അത് തന്നെയാണ് അവൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് അവൻ പലപ്പോഴും പറയാറുണ്ട്. കാരണം ഫൈൻ ആർട്സ് കോളേജിൽ ചെന്നതിന് ശേഷമാണ് അവൻ്റെ ഉള്ളിലുള്ള കല കുറച്ചും കൂടെ എന്താണെന്നും ക്ലാരിറ്റിയിലോട്ട് എത്തിക്കണം, എന്താണ് അവൻ എന്നുള്ള ആർട്ടിസ്റ്റിന് ഈ ലോകത്തോട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെന്നുള്ളത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് അറിഞ്ഞത് ഫൈൻ ആർട്സ് കോളേജ്, ട്രിവാൻഡ്രം ഫൈൻ ആർട്സ് കോളേജ് എന്നപ്പോൾ തന്നെയാണ്. ഈ പ്രതിമ നിർമ്മിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു പ്രൊപ്പോസൽ ആയിരുന്നു. പ്രൊപ്പോസൽ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു രൂപം ലോകത്ത് ഒരിടത്തും ഇല്ല. ഇപ്പൊ 58 അടിയുള്ള ഹൈറ്റുള്ള ശില്പത്തിന്റെ ഡ്രോയിങ് വരച്ച് സൃഷ്ടിക്കുന്നത് PS ദേവദത്തനാണ്. അതില് ഡീറ്റെയിലിങ്ങിനാണ് അത്രയും പ്രാധാന്യം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയും ആൾക്കാർ വന്ന് ആ സ്റ്റാച്ചുവിനെ ഇത്രയും പ്രൈസ് ചെയ്ത് പറയുന്നത്. ഈ മെഗാ പ്രോജക്റ്റിന്റെ ഫസ്റ്റ് ഫേസ് ആണതല്ലേ? അതെ, ടോട്ടലി നമുക്ക് ഒരു മൊത്തം 3 ഫേസ് എന്ന് വേണമെങ്കിൽ ഇതിനെ തിരിക്കാം. ആദ്യം വന്നിട്ട് ഈ ഗംഗാധരേശ്വര സ്റ്റാച്ചു, അടുത്ത് കേവ് ടെമ്പിൾ, അടുത്ത് നമ്മളെ ഏറ്റവും വലിയ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സംഭവം മെഡിറ്റേഷൻ ഏരിയ ആണ്. അതിപ്പം അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 11 വർഷത്തെ എഫേർട്ടാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടി വന്നത്. അറൌണ്ട് 4000 ഡേയ്സ്. ഈ സ്റ്റാച്ചുവിന്റെ നേരെ അടിയിലായിട്ട് 3 ഫ്ലോറുകളാണ് നമുക്കിപ്പോൾ ഈ കേവ് കാണുന്നത്. ഈ 3 ഫ്ലോറുകൾ കിട്ടിയത് തന്നെ ഇതിന്റെ എക്സ്കവേഷൻ ചെയ്ത സമയത്ത് തന്നെയാണ് നമുക്ക് ആ സ്പേസ് കിട്ടിയത്. സോ ആ സ്പേസിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ള ഐഡിയ വന്ന കൂട്ടത്തിലാണ് നമുക്ക് ഈ കേവിന്റെ ഫോർമേഷൻ കൂടെ വന്നത്. ഈ കേവ് തന്നെ ആർട്ടിഫിഷ്യൽ ആണല്ലേ? സെക്കൻഡ് കേവ് ആക്ച്വലി റിയൽ ആണ്. നമ്മുടെ എക്സ്കവേഷൻ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പോർഷനാണ് അത്. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഫസ്റ്റ് ആൻഡ് തേർഡ് വൺ ഈസ് മാൻ മെയ്ഡ്. ഓക്കെ, കേവിന്റെ എൻട്രൻസ് തന്നെ വരുന്നത് നമ്മുടെ ഗംഗാധരേശ്വര സ്റ്റാച്ചുവിന്റെ ഇടതുവശത്തായിട്ടാണ്. അവിടെ കൂടെ ചെറിയൊരു നാരോ പാസേജ് കാണാം. അവിടെ 27 പടികളായിട്ട് ഇങ്ങനെ സ്പിരിക്കൽ നമ്മൾ ചുറ്റി ഇറങ്ങുന്ന രീതിയിലാണ്. അത് നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് വരും. പിന്നെ അവിടുന്ന് സെക്കൻഡ് ഫ്ലോർ, പിന്നെ തേർഡ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിൽ ഏകദേശം 8 ശില്പങ്ങളുണ്ട്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഫ്ലോറിൽ 3 എണ്ണം, അവസാനത്തെ 17 ശില്പങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഫ്ലോർ നിങ്ങൾ നേരെ ഇറങ്ങി വരുന്നത് തന്നെ ഈ സ്റ്റാച്ചുവിന്റെ നേരെ അടിയിലായിട്ടാണ്. ഗംഗാധര സ്റ്റാച്ചുവിന്റെ നേരെ അടിയിലായിട്ടാണ്. അവിടെ നിങ്ങൾക്ക് പില്ലറുകൾ കാണാം ഈ സ്റ്റാച്ചു നിർത്തിയിട്ടുള്ള. അത് കഴിഞ്ഞാണ് നിങ്ങൾ റിയൽ കേവ്സ് ആയിട്ടുള്ള സെക്കൻഡിലോട്ട് പോകുന്നത്. അവിടെ നമുക്കൊരു മഹാശിവലിംഗമുണ്ട്. അതിന്റെ പേര് ആത്മലിംഗം എന്നാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ കൂടെയാണ് നിങ്ങൾ മേളിലോട്ട് കയറി വരുന്ന തേർഡ് ഫ്ലോറിലോട്ട്. ഇവിടെയാണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന 17 ശില്പങ്ങളുണ്ട്. അതിൽ മനോഹരമായിട്ടുള്ള ഒരുപാട് ശിവപാർവതി, അർദ്ധനാരീശ്വരൻ, ശങ്കരനാരായണൻ, ശിവൻ ഒരു മെഡിറ്റേഷൻ ഫോമിലിരിക്കുന്നതുണ്ട്, യോഗ പോസിലിരിക്കുന്നതുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സ്റ്റാച്യൂസ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ള 17ഓളം ശില്പങ്ങൾ ഇരിക്കുന്നത് തേർഡ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോറിലും ശിവന്റെ ഒരു ശയനരൂപമൊക്കെ ഉണ്ട്. നമ്മുടെ വിഷ്ണുവിന്റെ ശയനരൂപം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാണാം. പക്ഷേ ഇവിടെ ശിവരാത്രി ആസ്പദമാക്കിയിട്ടുള്ള ഒരു ശയനരൂപമൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഈ സ്ഥലത്തിന് പേര് നൽകിയ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഫ്ലോർ 17 ശില്പങ്ങളുള്ള അവസാനത്തെ ഫ്ലോറിലാണ്. ഇതെല്ലാം സിമന്റിലാണ്, കോൺക്രീറ്റിലാണ്. ഇത്രയും വർഷങ്ങൾ എടുത്തതിന്റെ എഫേർട്ടും വരുന്നത് ഇതിന്റെ ഫിനിഷിംഗ് വരാൻ വേണ്ടിയിട്ടാണ്. ഗുഹാക്ഷേത്രത്തിനകത്ത് നമ്മൾ ഇറങ്ങുമ്പോഴേക്കും 3 ഫ്ലോറുകളിലായിട്ട് നമുക്ക് പല പല ശില്പങ്ങളും കാണാം. അപ്പോൾ ഈ ശില്പങ്ങളെല്ലാം ഇരിക്കുന്നത് പല പോയിന്റുകളിൽ. ചില പോയിന്റുകൾ വളരെ ചെറുതായിരിക്കും, ചിലത് വലുതായിരിക്കും. അപ്പോൾ ഇതിൽ ഈ ശില്പങ്ങളെല്ലാം ഏതൊക്കെ പോയിന്റിൽ ഏതൊക്കെ വെക്കണമെന്ന് തീരുമാനിക്കുന്നതെല്ലാം ദേവദത്തനാണ്. ചില ശില്പങ്ങൾ, അതായത് ശിവന്റെ ഒരു ശയനരൂപം നിങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലോറിൽ എത്തുമ്പോൾ കാണാൻ പറ്റും. അത് ആക്ച്വലി ഒരു പില്ലറിന്റെ പുറകിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു നല്ല ലെങ്തി ആയിട്ടാണ് ആ സ്റ്റാച്ചു ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ അത്രയും സ്പേസിൽ ആ ഒരു ശില്പത്തിനെ അവിടെ സാധ്യതയുള്ളൂ. ആ ശില്പം അവിടെ വന്നാലേ അതിന് ഭംഗിയുള്ളൂ. നമ്മുടെ മുകളിൽ കാണുന്ന ഗംഗാധരേശ്വര ശില്പം പോലും അത് ഈ കാറ്റത്ത് മുടി ഇങ്ങനെ പാറി നടക്കുന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അതായത് തൊട്ട് പുറകിൽ നോക്കുമ്പോൾ നമുക്കറിയാം വിശാലമായ അറബിക്കടലാണ്.
ഈ അറബിക്കടലിനെ കാറ്റേറ്റ് ഈ മുടി ഇങ്ങനെ ആടി ഉലഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് ആ സ്റ്റാച്ചു ചെയ്തിട്ടുള്ളത്. സോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ ശില്പം ഇവിടെ നിന്ന് മാറി എവിടെ കൊണ്ടുവച്ചിരുന്നാലും അതിന് ഭംഗി കാണത്തില്ല എന്ന് പറയും. കാരണം ഇത് ഏറ്റവും കൂടുതൽ ഭംഗി വരുന്നത് ഇതിൻ്റെ പുറകിലുള്ള സ്ഥലത്തിനെ കൂടെ ആസ്പദമാക്കി ചെയ്തൊരു ഡിസൈനാണ്. അതുപോലെ തന്നെയാണ് ഈ കേവ് ടെമ്പിളിനകത്തും പല പല സ്റ്റാച്യൂസ്, സദാശിവൻ, അതുപോലെ തന്നെ അർദ്ധനാരീശ്വരൻ, ശങ്കരനാരായണൻ, അർദ്ധമത്സ്യേന്ദ്രാസനം നിൽക്കുന്ന ശിവൻ, അതുപോലെ യോഗിനി, പിന്നെ ഭദ്രകാളി, ഇതെല്ലാം ഈ ഓരോ രൂപങ്ങളും, പഞ്ചമുഖ ഹനുമാൻ, ഇതെല്ലാം ഓരോ രൂപങ്ങളും പ്ലേസ് ചെയ്തിട്ടുള്ള ഓരോ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് അതിരുന്നാൽ മാത്രമേ അതിൻ്റെ ഭംഗി വരത്തുള്ളൂ. ഈ ഡിസൈനും എല്ലാം കാര്യങ്ങളും ചെയ്യുന്നത് ദേവദത്തനാണ്. കേവ് പോലും സിമെന്റിലാണ് തീർത്തിരിക്കുന്നത്. അതെ, സിമെന്റിൽ തന്നെ. പക്ഷെ ഫസ്റ്റ് ലുക്കിൽ എല്ലാവരും ചോദിക്കുന്നത് ഇത് റിയൽ ആണോ, കാരണം അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് റിയൽ ആണെന്നുള്ള ചോദ്യം വരുന്നത്. ഈ ശിവലിംഗത്തിന്റെ പ്രത്യേകത എന്താണ്? ആക്ച്വലി നമ്മൾ രണ്ടാമത്തെ ഫ്ലോറിലോട്ട് വരുമ്പോഴാണ് നമുക്ക് അവിടെ ശിവലിംഗം കാണുന്നത്. ആത്മലിംഗ എന്നാണ് എൻ്റെ പേര് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ക്ഷേത്രത്തിന്റെ പൂജകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് അവിടെ മുകളിലാണ്. ക്ഷേത്രത്തിന് മെയിനായിട്ട് നമുക്കൊരു അമ്പലവും അവിടുത്തെ ശിവലിംഗം എല്ലാം ഉണ്ട്. പൂജകളും എല്ലാ വർഷിപ്പുകളും നടക്കുന്ന അവിടെയാണ്. അപ്പം നമ്മളിവിടെ അമ്പല സമയത്ത് മാത്രമല്ല ഈ കേവ് ടെമ്പിൾ ഓപ്പൺ ആയിരിക്കുന്നത്, അമ്പല സമയം അല്ലാതെയും ഓപ്പൺ ആയിരിക്കുന്നുണ്ട്. സോ നമ്മൾ ഈ കാണുന്ന ശിവലിംഗത്തിലോട്ട് നമ്മൾ വർഷിപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ അമ്പലത്തിനകത്തുള്ള മഹാദേവനെയും നമ്മുടെ ഈ ദേശത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന മഹാദേവനെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം അതിലോട്ട് വർഷിപ്പ് ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ. അതാണ് അതിൻ്റെ ആശയം. ആത്മലിംഗ എന്നാണ്. കൃഷ്ണശിലയിലാണ് ചെയ്തിട്ടുള്ളത്. മാർബിൾ ഒരു ഫോർമേഷനാണ് ഇരിക്കുന്ന കല്ല്, ഒറ്റ കല്ലാണത്. ഇതിൽ വേറെ പൂജകളോ അഭിഷേകങ്ങളോ ഒന്നും തന്നെ ഇല്ല. രാഹുൽ, ഇതൊരു വലിയ പ്രോജക്റ്റ് ആണല്ലോ. ഇതിന് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വന്നിട്ടുണ്ടാവണം. എങ്ങനെയാണ് ഇതിന്റെ ഫണ്ടിങ്? ഇതിന് എത്ര ചെലവായിട്ടുണ്ടാവണം? അപ്പോൾ ഈ ഒരു 11 വർഷം എടുത്തതിന്റെ ഒരു കാരണം നമുക്ക് ഫിനാൻസ് തന്നെയാണ്. മറ്റൊരു കാരണം ഇതിന്റെ ഫിനിഷിംഗ്. അപ്പോൾ ഇതിന് ഫണ്ടിങ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ട്രസ്റ്റ് മെമ്പേഴ്സ് ആണ്. ഈ അമ്പലത്തിലെ 600ഓളം വരുന്ന ട്രസ്റ്റ് മെമ്പേഴ്സും, പിന്നെ ഇതിന് കൂടുതലായിട്ട് ഫണ്ട് വഹിച്ച ഗൾഫ് സുഹൃത്തുക്കളുണ്ട്. പിന്നെ നമുക്ക് വിദേശികളായിട്ടുള്ള കുറെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്ഷേത്രത്തിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത നമ്മുടെ മേൽശാന്തി അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഒരുപാട് തരത്തിലുള്ള ഫിനാൻസും ഇതിനായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ വന്നുകൊണ്ടിരുന്ന ഭക്തരെല്ലാവരും ഓരോ വർഷം കഴിയുന്നവരും ഇവിടുത്തെ ഭക്തരുടെ എണ്ണം കൂടി വരുന്നതല്ല, കുറയുന്നില്ലായിരുന്നു. അപ്പോൾ വന്നുകൊണ്ടിരുന്ന ഓരോ ഭക്തരും നമ്മൾ ഇതിന്റെ ധ്യാന മണ്ഡപ സംഭാവന, അപ്പൊ അതിലേക്ക് വേണ്ടിയും സംഭാവന ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് ഇതിന്റെ ഫിനാൻസ് ചെയ്തുകൊണ്ട് ഇതുവരെ ഇത് എത്താൻ പറ്റിയത്. അതുപോലെ ഈ അമ്പലം ഇരിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് നോക്കി തന്നെ അറിയാം, ഒരു ടൂറിസ്റ്റ് മേഖലയിലോട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വിദേശികൾ ഒരുപാട് പേര് നമുക്ക് വിഴിഞ്ഞം പോർട്ടിനോട് തൊട്ടടുത്താണ്. അതെ, വിഴിഞ്ഞം പോർട്ടിനോട് വളരെ അടുത്താണ്. വിഴിഞ്ഞം പോർട്ടാണ് പേരെന്നുണ്ടെങ്കിലും വിഴിഞ്ഞം പോർട്ടിന് എൻട്രൻസ് വരുന്നത് മുല്ലൂർ എന്ന സ്ഥലമാണ്. അത് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഉള്ളൂ. കണ്ടെയ്നർ ഷിപ്പ് ഒക്കെ പോകുന്ന വളരെ ക്ലോസ് ആയിട്ടാണ്. അത് കാണാൻ പറ്റുന്നതും അത് കാണാൻ വേണ്ടി പോലും ആൾക്കാർ ഈ ആഴിമലയിലൂടെ, ടൂറിസത്തിന് ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഏരിയ. ഓഫ് കോഴ്സ് ഇനി അടുത്ത് ഈ വിഴിഞ്ഞം പോർട്ടിന്റെ പൂർണ്ണമായ ഇതിലോട്ട് എത്തുമ്പോഴേക്കും ഈ സ്ഥലമൊക്കെ വലിയ ഡെവലപ്മെന്റ്സിലോട്ട് എത്തും. അങ്ങനെയാണ് 2020 ഡിസംബർ 31 ഈ ഗംഗാധര സ്റ്റാച്ചു ഓപ്പൺ ആകുന്നത്. അതിന്റെ പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വളരെ വലുതായിരുന്നു. കാരണം ഫോട്ടോസ്, വീഡിയോസ്, റീൽസ് എങ്ങനെയെങ്കിലും പെട്ടെന്ന് സോഷ്യൽ മീഡിയ എല്ലാം കൂടെയൊക്കെ ഒരു വൈഡ് പബ്ലിസിറ്റി വന്നതോടി ഈ സ്റ്റാച്ചു പബ്ലിസിറ്റിയായി. അങ്ങനെ ഈ സ്ഥലം കൂടുതൽ ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ഈ പത്മനാഭസ്വാമി ക്ഷേത്രം കാണാനായിട്ട് തിരുവനന്തപുരത്ത് വരുന്ന എല്ലാവരുടെയും ഇപ്പോഴത്തെ അട്രാക്ഷൻ അത് കഴിഞ്ഞാൽ ഈ ആഴിമല തന്നെയാണ്. ദേവദത്തിന്റെ കീഴിൽ ധാരാളം ആർട്ടിസ്റ്റുകൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടാവണമല്ലേ? ഓഫ് കോഴ്സ്, കാരണം ദേവദത്തൻ എന്നുള്ള ഒരാളുടെ വിഷന്റെ കീഴിൽ ഒരുപാട് പേര് വർക്കേഴ്സ് ഉണ്ട്. അദ്ദേഹത്തിന്റെ അനിയനുണ്ട്, അദ്ദേഹത്തിന്റെ കസിൻസ് ഉണ്ട്, ഈ പ്രദേശവാസികളായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, പിന്നെ ഈ ട്രസ്റ്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള കുറേ പേരുണ്ട്. ഈ ട്രസ്റ്റിൽ നിലവിലുള്ള ഭരണസമിതിയിലുള്ള അംഗങ്ങൾ പോലും അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ശില്പം വന്നപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ജോലി കിട്ടി. ഈ ശില്പം വന്നതിന് ശേഷം നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ചെറിയ കച്ചവടമെങ്കിലും ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ലെവലിലോട്ട് ഈ സ്ഥലം മൊത്തത്തിലങ്ങ് മാറി. ഒരു അയ്യപ്പ സീസൺ നമ്മുടെ ഇപ്പം കഴിഞ്ഞ് വീണ്ടും പോയതേ ഉള്ളൂ. ആ സീസണിലൊക്കെ ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് വന്നത്. പക്ഷെ അതിന് ഈ പ്രദേശം മൊത്തത്തിൽ വെൽക്കം ചെയ്തു എന്നുള്ളതാണ്. പീക്ക് സീസണിൽ ഒരു ദിവസം എത്ര വിസിറ്റേഴ്സ് ഉണ്ടാവുക? സീസൺ ടൈമിലൊക്കെ നമുക്കൊരു 4000, 5000 ആ റേഞ്ചിലൊക്കെ ഉള്ള ആൾക്കാർ വന്നു പോയിട്ടുണ്ട്. ഇതിലായിട്ട് ഒന്നുമില്ല. ക്യൂ സിസ്റ്റം എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാം അകത്തും സെൻട്രലൈസ് AC എല്ലാം ഉണ്ട്. സോ ക്ലോസ്ട്രോഫോബിയ തീരെ ഉള്ള ആൾക്കാർക്ക് തുടർക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ആ ഒരു 27 പടികൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ സാറിന് തന്നെ അറിയാം, ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ആണ്. രാഹുൽ, ഈ പ്രോജക്റ്റിന്റെ മൂന്നാമത്തെ ഫേസ് എന്താണ്? മൂന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ ഏരിയ ആണ്. നമ്മൾ മെഡിറ്റേഷനെ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് മെഡിറ്റേഷൻ ഏരിയ പണിയുന്നുണ്ട്. അത് നമ്മുടെ ഈ സെക്കൻഡ് കേവ് കഴിഞ്ഞിട്ട്, അതായത് ശിവലിംഗത്തിന്റെ ദർശനം കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും ചെറിയൊരു നാരോ പാസേജ് താഴോട്ട് കാണാം. അത് ഒരു 17 പടികൾ താഴെ ഇറങ്ങുമ്പോഴാണ് ആ ഒരു മെഡിറ്റേഷൻ ഹാളിലോട്ട് പോകുന്നത്. അത് നേരെ കടലിന്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. കടലിന്റെ തൊട്ടടുത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ആ കടലിന്റെ തിരയുടെ ഒച്ച മാത്രമേ നമുക്കവിടെ കേൾക്കാൻ പറ്റത്തുള്ളൂ. വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ല. വളരെ പീസ്ഫുൾ ആയിട്ട് കാമായിട്ടിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ആഴിമല എന്ന ഈ കൊച്ചു കോസ്റ്റൽ ഗ്രാമത്തിന് ഇവിടുത്തെ ഈ ശില്പങ്ങളും ഈ ശിവക്ഷേത്രവും ഈ കേവ് ടെമ്പിളും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഖ്യാതി നമ്മുടെ കേരളത്തിനും ഇന്ത്യക്ക് അപ്പുറവും ഒക്കെ കടന്ന് ഖ്യാതി വ്യാപിച്ചിരിക്കുകയാണ്. ഇനി ഇത് കേരളത്തിന്റെ ടൂറിസം പ്രൊമോഷൻ ഒരു വലിയ കൈത്താങ്ങായി തീരുമെന്നുള്ളതിന് സംശയം വേണ്ട.
ആഴിമല ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റിനും ഇതിൻ്റെ പ്രതിഭാധനനായ ശില്പിയായ ശ്രീ ദേവദത്തനും എല്ലാ നന്മകളും എല്ലാ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. വോയിസ് ഓഫ് കുറ്റൂരിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തിരികെ എത്താം. ദിസ് ഈസ് രാധാകൃഷ്ണൻ കുറ്റൂർ signing off from Voice of Couture, bridging heritage and headlines. Thank you.